അഡ്വാൻറ്റേജസ് ഓഫ് ERP സിസ്റ്റം വരെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി പറയാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇവിടെ ഒരു 10 ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ബെറ്റർ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് ത്രൂ ബിസിനസ് ഓട്ടോമേഷൻ. നമ്മളൊരു ബിസിനസ്സിന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് എന്താണ് ആ ഒരു ബിസിനസ്സിന്റെ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത് അല്ലേ. ബിസിനസ്സിന്റെ പെർഫോമൻസ് മെഷർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ബിസിനസ്സിന്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യുന്നതും ഫ്യൂച്ചർ ഗോൾസ് സെറ്റ് ചെയ്യുന്നതും അല്ലേ. ഒരു ബിസിനസ് വളരും തോറും അതിൻ്റെ എന്താണ് അവിടെ വരുന്ന ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഒരു ബിസിനസ് വളരും തോറും അവിടെ ചാലഞ്ചസും അവിടെ വരുന്ന വർക്ക് പ്രോസസ്സിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കൂടും. എസ്പെഷ്യലി കാൽക്കുലേഷൻ്റെ കേസിൽ അല്ലേ, കാൽക്കുലേഷൻസ് അവിടെ കൂടാനാണ് സാധ്യത. അപ്പോൾ ഈ ഒരു ഇ ആർ പി സിസ്റ്റം യൂസ് ചെയ്യുന്നതിലൂടെ ബിസിനസ്സിന് അവിടെ എന്താണ് അവരുടെ കാൽക്കുലേഷൻസും അവരുടെ പല പ്രോസസ്സും അവിടെ ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും. എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസിന് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന പല ഡാറ്റാസും എന്താണ് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും. അതായത് മാനുവൽ റെക്കോർഡ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാതെ എന്താണ് ഡാറ്റാസ് അവർക്ക് അവിടെ ഷെയർ ചെയ്യാനും ആ ഒരു ഡാറ്റാസ് അവിടെ ആക്സസ് ചെയ്യാനും സാധിക്കും. അപ്പം അതാണ് ഫസ്റ്റ് ബെനിഫിറ്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇംപ്രൂവ്ഡ് വർക്ക് ഫ്ലോ ആണ്. ഇവിടെ വർക്ക് ഫ്ലോ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്കൊരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസിലൂടെ എന്താണ് ഈ ഒരു വർക്ക് ഫ്ലോ എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. എംപ്ലോയീസിന് എന്താണ് അവരുടെ ജോബ്സുമായി ബന്ധപ്പെടുന്ന നെസസറി ഇൻഫോർമേഷൻസ് എല്ലാം അക്യൂർ ചെയ്യാൻ സാധിക്കും. ഇവിടെ അവർക്ക് വേണമെങ്കിൽ എന്താണ് കസ്റ്റംസ് ഓർ സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്സ് എക്സ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട്സ് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യാം. ഇതെല്ലാം ERP സോഫ്റ്റ്വെയറിലൂടെ അവർക്ക് എന്താണ് എംപ്ലോയീസിന് അവരുടെ ഈ ഒരു ജോബ്സ് എല്ലാം ഈസിയർ ആക്കാൻ സാധിക്കും. ഇതെന്താണ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. തേർഡ് പോയിന്റ് പറയുന്നത് സ്ട്രീം ലൈനിങ് ഓഫ് പ്രോസസ്. ERPന്റെ പ്രൈമറി അതായത് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് ബിസിനസ്സിൽ വരുന്ന എല്ലാ ഫങ്ഷൻസും ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ബിസിനസ്സിൽ പറയുമ്പോൾ ഒരുപാട് ഇൻഫോർമേഷൻസും കാര്യങ്ങളും വരില്ലേ, ഡാറ്റാസ് ഒക്കെ വരും. അത് നമ്മൾ മൾട്ടിപ്പിൾ ലൊക്കേഷൻ ആൻഡ് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ആവശ്യം വരുമ്പോൾ എല്ലാം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ERP സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. ഇവിടെ എല്ലാ ഇൻഫോർമേഷൻസും ഒരു യൂണിഫൈഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതെന്താണ് അവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫോർത്ത് വൺ പറയുന്നത് മോഡുലാർ എറ്റ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ പറയുമ്പോൾ എന്താണ് വാരിയസ് പ്രോസസ്സസ് വരില്ലേ, ഒരുപാട് ഫങ്ഷൻസ് വരും. അപ്പോൾ എല്ലാം ഈ ഒരു വാരിയസ് പ്രോസസ്സും വാരിയസ് ഫങ്ഷൻസ് എല്ലാം ഒരു സിംഗിൾ ഡാറ്റാബേസിലേക്ക് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ERP സോഫ്റ്റ്വെയറിലൂടെ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയായിരിക്കും ഇൻവെൻട്രി ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റ് വരും, അക്കൗണ്ടിങ് വരും, ഹ്യൂമൻ റിസോഴ്സ് വരും, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് വരും. അങ്ങനെ ഒരുപാട് ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന പ്രോസസ്സ് ഇതിൽ പെടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു സിംഗിൾ ഡാറ്റാബേസിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെന്താണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇൻഫോർമേഷൻസും ഒരു സ്ഥലത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഈസിയർ ആയിട്ട് ആ ഡാറ്റ ആക്സസ് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫിഫ്ത്ത് ബെനിഫിറ്റ് പറയുന്നത് സിംപ്ലിസിറ്റി ഇൻ ബിസിനസ് അക്കൗണ്ടിങ് ആണ്. ഒരു ബിസിനസ് വളരും തോറും അവർ ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രഗിൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിൽ വരുന്നതായിരിക്കും അല്ലേ. നമ്മൾ മാനുവലായിട്ട് ഇത് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ ഹ്യൂമൻ എറേഴ്സ് വരാനുള്ള ചാൻസ് വരും അല്ലേ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് എവറിഡേ അക്കൗണ്ടിംഗ് will particularly require a lot of time and effort which can be easily reduced with the use of ERP. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും എവറിഡേ അക്കൗണ്ടിങ് പ്രോസസ്സ് എല്ലാം ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരുപാട് ടൈമും വരും എഫോർട്ടും വരില്ലേ. അപ്പോൾ ഒരു ERP സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതെല്ലാം റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇതെന്താണ് എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും എന്താണ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് ഡിലേ ആവുന്നത് റിഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് സിക്സ്ത് വൺ പറയുന്നത് ട്രാൻസ്പെറൻസി ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എസെൻഷ്യൽ ബിസിനസ് അസറ്റ് എന്ന് പറയുന്നത് എന്താണ് അവരുടെ ഇൻഫോർമേഷൻ ആൻഡ് ഡാറ്റാസ് ആയിരിക്കും അല്ലേ.
ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവിടെ ഒരു ബിസിനസ്സിന്റെ സെക്യൂർ ഡാറ്റാസ് എന്താണ് ബിസിനസ്സിന്റെ സെൻസിറ്റീവ് ഡാറ്റാസ് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം സെക്യൂർഡ് ആയിരിക്കണം അല്ലേ? അത് റോങ് ഹാൻഡിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ERPന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റാസും ഇൻഫോർമേഷൻ എല്ലാം സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒരു റോൾ ബേസ്ഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ എംപ്ലോയീസിനും ഓരോ പേഴ്സൺസിനും ആ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന ഓരോ എംപ്ലോയീസിനായിക്കോട്ടെ അവിടെ പെടുന്ന ഓരോ അതോറിറ്റീസിനായിക്കോട്ടെ അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർക്ക് വിസിബിൾ ആയിരിക്കുന്നത്. സെവൻത് പറയുന്നത് എലിമിനേഷൻ ഓഫ് റിഡുഡൻസി ആണ്. ഒരു നോൺ സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ഡാറ്റാസ് ഒക്കൂർ ചെയ്യുന്നതാണ്. റിഡൻസി എന്ന് പറയുന്നതാണ് റിപ്പീറ്റഡ് ഡാറ്റാസിനെയാണ് പറയുന്നത്. അപ്പോൾ ഒരു നോൺ സെൻട്രലൈസ്ഡ് ഡാറ്റ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം എന്ന് ബിഗ്ഗസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അവിടെ റിപ്പീറ്റഡ് ഡാറ്റാസ് ഒക്കൂർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ERP സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ആ ഒരു പ്രോബ്ലം അവിടെ റെക്ടിഫൈ ചെയ്യാം. ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ്സ് ഡാറ്റാസ് ഇവിടെ എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി 8th ബെനിഫിറ്റ് പറയുന്നത് മിങ്കിൾഡ് ഓപ്പറേഷണൽ ഫിനാൻഷ്യൽ ആൻഡ് സ്ട്രാറ്റജിക് ഇൻസൈറ്റ്. ഈ ഒരു ERP സിസ്റ്റത്തിൽ നമുക്കറിയാം എല്ലാ ഡാറ്റാസും പ്രോസസ്സും എല്ലാം ഒരുമിച്ച് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 360 വ്യൂ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 360 വ്യൂ എന്ന് പറയുമ്പോൾ ഒരു ഓവറോൾ വ്യൂ, ഒരു ബിഗ് പിക്ചർ തന്നെ നമുക്കവിടെ നൽകുന്നതായിരിക്കും. ഇപ്പം നമ്മളൊരു സെയിൽസ് ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് അവിടെ നോക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കവിടെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് 360 വ്യൂവിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ബെറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഏതൊരു ബിസിനസ്സിൻ്റെ ഏതൊരു ഓർഗനൈസേഷൻ്റെ ആയിക്കോട്ടെ അവരുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് എന്തായിരിക്കും അവിടെ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുന്നതും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതും ആയിരിക്കും അല്ലേ. കസ്റ്റമേഴ്സിന് അവിടെ കസ്റ്റമേഴ്സിന് അവിടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ആക്യുറേറ്റ് ആയിരിക്കണം അല്ലേ, അതേപോലെ തന്നെ റിലബിളും ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ERPയിൽ എന്താണ് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ റിയൽ ടൈം ആയിട്ട് ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ്സിന് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ബെനിഫിറ്റ് പറയുന്നത് ഹൈ സെക്യൂരിറ്റി വിത്തൗട്ട് ആഡഡ് ബാരിയേഴ്സ് ഫോർ യുവർ എംപ്ലോയീസ്. ഒരു ഒരു ഓഫ് ദി ഷെൽഫ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ് ബ്രൗസേഴ്സ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു ഓഫ് ദി ഷെൽഫ് സോഫ്റ്റ്വെയർ ആണ്. അവിടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എല്ലാ ഇൻഫോർമേഷൻസും എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. ഈവൻ ഒരു സെൻസിറ്റീവ് ഇൻഫോർമേഷൻസ് വരെ അവിടെ എല്ലാവർക്കും വിസിബിൾ ആയിരിക്കും. എന്നാൽ ERP സിസ്റ്റത്തിൽ ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ERP സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു റോൾ ബേസ്ഡ് സിസ്റ്റം ആണെന്ന്. ഇവിടെ ERP സിസ്റ്റത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോബുമായി അതായത് ഒരു എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോബുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവിടെ വ്യൂ ആവുന്നത്. അവിടെ ഓരോ എംപ്ലോയീസിനും ഓരോ അതോറിറ്റീസിനും അവരുടെ ജോബ്സുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അവർക്ക് വ്യൂ ആവാൻ സാധിക്കുന്നത്. അങ്ങനെ പെർമിഷൻ സെറ്റ് ചെയ്യാൻ നമ്മുടെ ERP സോഫ്റ്റ്വെയറിൽ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇത് 10മാണ് നമ്മുടെ ERP സോഫ്റ്റ്വെയറിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ERP സോഫ്റ്റ്വെയറിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന അഡ്വാൻറ്റേജസ് ഓഫ് ERP സോഫ്റ്റ്വെയർസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്ന കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഒരു കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഫേമിനെ മറ്റൊരു ഫേമിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റീനെയാണ് നമ്മൾ കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ ഒരു ബിസിനസ്സിന് അവരുടെ കോമ്പീറ്റിംഗ് ബിസിനസ്സുമായിട്ട് അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റ് ചെയ്തതിലൂടെ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ സാധിക്കും. ഹെഡ് ഓഫ് ദി കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കോസ്റ്റ്ലി ബിസിനസ് മിസ്റ്റേക്സ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് ബിസിനസ് മിസ്റ്റേക്സ് എല്ലാം റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ആ ഒരു ബിസിനസ്സിനെ പുറകോട്ട് വലിക്കുക അല്ലാതെ ആ ഒരു കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ ഇനേബിൾ ചെയ്യുന്നതായിരിക്കും.
ഇനി സെക്കൻഡ് വൺ പറയുന്നത് ഇംപ്രൂവ്ഡ് പ്രോസസ് എഫിഷ്യൻസി ആണ്. ഇവിടെ ERP സോഫ്റ്റ്വെയറിൽ എന്താണ് റിപ്പീറ്റേറ്റീവ് പ്രോസസ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഇവിടെ മാനുവലി ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഇത് യൂസേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഇന്നോക്കുറേറ്റ് ഡാറ്റാസിന്റെ പോസിബിലിറ്റി എലിമിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്താണ് നമ്മൾ ഒരു ERP സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെയിലി ബിസിനസ് ആക്ടിവിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ എന്താ ഡാറ്റാസ് കളക്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ERP സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എക്സ്ട്രാ ഹാൻഡ് ആൻഡ് ബ്രെയിനും കൂടിയാണ്. ഇനി തേർഡ് അഡ്വാൻറ്റേജ് പറയുന്ന അക്യുറേറ്റ് ഫോർകാസ്റ്റിംഗ് ആണ്. ഈ ഒരു ERP സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റിംഗ് നടത്താൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എന്താണ് അക്യുറേറ്റ് ആയിട്ട് അവരുടെ ഫോർകാസ്റ്റിംഗ് നടത്തുന്നതിലൂടെ ബിസിനസ്സിന് അവരുടെ ബിസിനസ് കോസ്റ്റ് ഡിക്രീസ് ചെയ്യാനും അവരുടെ മണി സേവ് ചെയ്യാനും ആ സേവ് ചെയ്യുന്ന മണി അവർക്ക് വേറെ ഏരിയാസിലേക്ക് ബിസിനസ്സിൽ വരുന്ന വേറെ ഏരിയാസിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ERPയിൽ വരുന്ന ഇൻഫോർമേഷൻസ് എന്ന് പറയുന്ന എല്ലാം അക്യുറേറ്റ് ആയിരിക്കും. നമുക്ക് റിയൽ ടൈം തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെല്ലാം എന്താണ് നമുക്ക് എഫക്റ്റീവായിട്ട് ഫോർകാസ്റ്റിംഗ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഫോർത്ത് അഡ്വാൻറ്റേജ് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ ആണ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇൻഫോർമേഷൻസും ഡാറ്റാസും എല്ലാം തമ്മിൽ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത് ടൈം സേവ് ചെയ്യാനും ഡാറ്റ എൻട്രി എറേഴ്സ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ERP സോഫ്റ്റ്വെയർ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോൾ ഏതൊരു ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഫിഫ്ത്ത് വൺ പറയുന്ന സ്കേലബിൾ റിസോഴ്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ബിഗ് ആയിക്കോട്ടെ, സ്മോൾ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ERP സോഫ്റ്റ്വെയർ അവിടെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ബിസിനസ് അവിടെ ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പുതിയ സോഫ്റ്റ്വെയർ അവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ERP സോഫ്റ്റ്വെയറിന് ആ ഒരു ചേഞ്ചസുമായിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. ഒരു ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിലും അവിടെ പുതിയ യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനും പുതിയ ഡാറ്റാസ് അവിടെ എൻ്റർ ചെയ്യുന്നതിനും ERP സോഫ്റ്റ്വെയറിൽ യാതൊരു പ്രോബ്ലം വരുന്നില്ല. ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ചേഞ്ച് ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സിക്സ്ത് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ഇൻഫോർമേഷൻ ആണ്. ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് എല്ലാ ഇൻഫോർമേഷൻ്റെയും കൂടി ഒരു സെൻട്രൽ ഹബ്ബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഡെയിലി ബിസിനസ് ആക്ടിവിറ്റീസും ഓപ്പറേഷൻസും എല്ലാം മാനേജ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് എല്ലാ ഇഷ്യൂസും എന്തൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതും എന്താണ് ആ ഒരു ഇഷ്യൂസിനുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ERP സോഫ്റ്റ്വെയറിന് സാധിക്കും. പിന്നെ പറയുന്നത് ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ എന്താണ് CRM എന്ന് പറയുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കസ്റ്റമേഴ്സിനെ പറ്റി കൂടുതലായിട്ട് അറിയാനും കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് അറിയാനും എല്ലാം സാധിക്കും. ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പിന്നെ പറയുന്ന ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫോർമേഷൻസ് അക്യുറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻസിനെ പറ്റിയുള്ള ഒരു വെറീൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. ഇവിടെ നമുക്ക് എന്താണ് റിയൽ ടൈമിൽ തന്നെ ഡാറ്റാസ് എല്ലാം അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഡാറ്റ അക്യുറസി എന്ന് പറയുന്നത് ഇംപ്രൂവ്ഡ് ആയിരിക്കും. അതായത് അക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ പൊട്ടൻഷ്യൽ ബിസിനസ് മിസ്റ്റേക്സ് ഇവിടെ എലിമിനേറ്റ് ചെയ്യാനും സാധിക്കും. സെവൻത്ത് പറയുന്നത് കോസ്റ്റ് സേവിംഗ് ആണ്. ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും അല്ലേ. നമ്മൾ എന്താണ് ഇത് അക്യുറേറ്റ് ആയിട്ട് with one source of accurate real-time information, enterprise resource planning software reduces administrative and operational cost, allowing business to utilize money in other much needed areas. അതായത് ഇവിടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിയൽ ടൈം ഇൻഫോർമേഷൻസ് ലഭിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ ERP സോഫ്റ്റ്വെയറിൽ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതെന്താണ് ആ ഒരു മണി ആ ബിസിനസ്സിലെ വേറെ ഇമ്പോർട്ടൻ്റ് ഏരിയാസിലേക്ക് യൂട്ടിലൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ പിന്നെ എന്താണ് ഡിസ്റപ്ഷൻസും ഡിലേസും പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഇൻഫോർമേഷൻസ് എല്ലാം സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻസ് എല്ലാം പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്ന സ്ട്രീംലൈൻഡ് പ്രോസസ്സാണ്. ഒരു മാനുഫാക്ചർ വളരുന്നതിനനുസരിച്ച് അവിടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നതും ആ ഒരു മാനുഫാക്ചറിങ് ഫേമിൽ വരുന്ന ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലക്സ് ആവില്ലേ. അവിടെ കോസ്റ്റ്ലി മിസ്റ്റേക്സിനുള്ള ചാൻസസും കൂടുന്നതായിരിക്കും.
അപ്പോൾ എന്താണ് ഇവിടെ മാനുഫാക്ചറിംഗ് സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ്സ് ബിസിനസ് ഓപ്പറേഷണൽ ക്രോസ് ഡിപ്പാർട്ട്മെന്റലി പ്രൊവൈഡിംഗ് അക്യുറേറ്റ് റിയൽ ടൈം ഇൻഫോർമേഷൻ ടു എവറി വൺ യൂട്ടിലൈസിംഗ് ദി സൊല്യൂഷൻ all while eliminating manual duty when often has the potential to lead to errors. അതായത് ഇവിടെ മാനുഫാക്ചറിംഗ് സോഫ്റ്റ്വെയർസ് എന്താണ് ബിസിനസ് ഓപ്പറേഷൻസ് ഓട്ടോമേറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അക്യുറേറ്റ് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റിയൽ ടൈം ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് മാനുവൽ ഡ്യൂട്ടീസ് ഇവിടെ എലിമിനേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ഹ്യൂമൻ എറേഴ്സ് പൊട്ടൻഷ്യൽ എറേഴ്സിനുള്ള ചാൻസസ് ഇവിടെ കുറവാണ്. ഇതെന്താണ് ERP എന്താണ് ഇവിടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഡാറ്റ റീ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് എല്ലാം ഇംപ്രൂവ് ചെയ്യാനും ഓർഡർ കംപ്ലീഷൻസ് ആൻഡ് ഡെലിവറീസിൽ ഡിലേസ് ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മൊബിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എപ്പോൾ എവിടെ വെച്ച് ഏതൊരു ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും മോർ ഡാറ്റാസ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കസ്റ്റമൈസ്ഡ് റിപ്പോർട്ടിംഗ് ആണ്. ഇവിടെ എന്താണ് ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്സ് മേക്ക് റിപ്പോർട്ടിംഗ് ഈസിയർ ആൻഡ് മോർ കസ്റ്റമൈസബിൾ ഫിറ്റ് ടു മീറ്റ് ഓൾ ഓഫ് യുവർ നീഡ്സ്. ഒരു ERP സോഫ്റ്റ്വെയർ നമുക്ക് റിപ്പോർട്ടിംഗ് ഈസിയർ ആക്കാം. അതേപോലെ തന്നെ നമ്മുടെ നീഡ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ഇവിടെ ഇംപ്രൂവ്ഡ് റിപ്പോർട്ടിംഗ് ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ കമ്പനീസിന് എന്താണ് കോംപ്ലക്സ് ഡാറ്റാസിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇത് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനും പ്രോസസ്സ് ഫാസ്റ്ററായിട്ട് കംപ്ലീറ്റ് ചെയ്യാനും എന്തെങ്കിലും പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ യൂസേഴ്സിന് ഇവിടെ കൂടുതലായിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. 11th പറയുന്നത് ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. ഒരു ബിസിനസ്സിൽ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാസ്കും കാര്യങ്ങളും വരില്ലേ. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു മാനുവലി നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അത് പ്രൊഡക്ഷൻ ഡിലേ ചെയ്യാനും ബിസിനസ്സിൽ വേറെ പല ആക്ടിവിറ്റീസിനെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ ERP-യിൽ നമുക്കറിയാം ബിസിനസ് ഓട്ടോമേഷൻ ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ERP-യിൽ നമുക്ക് പല ടാസ്കുകളും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റ് മാറ്റേഴ്സിലേക്ക് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന മറ്റ് മാറ്റേഴ്സിലേക്ക് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് 12th വൺ പറയുന്ന റെഗുലേറ്ററി കംപ്ലയൻസ് ആണ്. ഈ ഒരു ERP സോഫ്റ്റ്വെയറിൻ്റെ അധികം നോട്ടീസ് ചെയ്യാത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ആ ഓരോ ഇൻഡസ്ട്രീസിൻ്റെ റെഗുലേഷൻസുമായിട്ട് മൂവ് ഓൺ ചെയ്യാൻ ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെടുന്ന റെഗുലേഷൻസ് ട്രാക്ക് ചെയ്യാനും അതിൽ വരുന്ന ചേഞ്ചസ് മോണിറ്റർ ചെയ്യാനും ഈ ഒരു ERP ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് അവരുടെ റെഗുലേഷൻസും ഗൈഡ് ലൈൻസും സ്പെസിഫിക്കേഷൻസും അനുസരിച്ച് മൂവ് ഓൺ ചെയ്യാൻ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി 13th അഡ്വാൻറ്റേജ് പറയുന്നത് ഫ്ലെക്സിബിൾ സിസ്റ്റമാണ്. ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ചേഞ്ച് ചെയ്യുന്ന ബിസിനസ് എൻവിറോൺമെൻറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ബിസിനസ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലേ. ആ ഒരു ചേഞ്ച് ചെയ്യുന്ന ബിസിനസ് എൻവിറോൺമെൻറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഒരു ബിസിനസ് അവിടെ വളരുന്നതിനനുസരിച്ച് ഒരു പുതിയ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ അവിടെ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനുമായിട്ടും ഇത് കോപ്പപ്പ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നമുക്കിവിടെ ഒരു ബിസിനസ് അവിടെ ഗ്രോ ചെയ്യുമ്പോൾ അവിടെ ന്യൂ യൂസേഴ്സും ന്യൂ ഡാറ്റാസും ഒക്കെ വരില്ലേ. ഈ ഒരു ന്യൂ യൂസേഴ്സിനെ അവിടെ എൻ്റർ ചെയ്യാനും അതേപോലെ തന്നെ ന്യൂ ഡാറ്റാസ് എൻ്റർ ചെയ്യാനും ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ സാധിക്കുന്നതാണ്. പിന്നെ 14th പറഞ്ഞ കസ്റ്റമർ സർവീസ് ആണ്. ഇവിടെ ഇംപ്രൂവ്ഡ് ഹൈ ക്വാളിറ്റി കസ്റ്റമർ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ് പീപ്പിൾസിന് അവിടെ കസ്റ്റമേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ഇംപ്രൂവ് ചെയ്യാനും അവർക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്നത് ഡാറ്റ റിലബിലിറ്റി ആണ്. ഈ ഒരു ERP-യിൽ റിലബിൾ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഈ ഒരു ഡാറ്റാസ് എന്ന് പറയുന്നത് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏതൊരു ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ റിയൽ ടൈം ആയിട്ട് തന്നെ ഡാറ്റാസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് ഡാറ്റ അക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പറയുന്നത് എല്ലാ യൂസേഴ്സിനും അവിടെയുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് സേഫ് ടു യൂസ് ആയിരിക്കും.
അവിടെ എന്താണ് എറേഴ്സ് ഒന്നും വരാനുള്ള ചാൻസസ് ഇല്ല. പിന്നെ പറയുന്നത് എന്താണ്, ഇവിടെ അഡീഷണൽ സെക്യൂരിറ്റീസ്, ഫയർവാൾ ആൻഡ് ബിൽഡിംഗ് പ്രൊട്ടക്ഷൻ റിസോഴ്സസിലൂടെയുള്ള അഡീഷണൽ സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെയുള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്, ഈ ഒരു ഡാറ്റാസ് എന്ന് പറഞ്ഞ റോങ് പേഴ്സൺസിന്റെ കയ്യിലേക്ക് പെടും എന്നുള്ളൊരു എന്താണ് വറി ഇവിടെ ആവശ്യം വരുന്നില്ല. എല്ലാം അതായത് കറക്റ്റ് ആയിട്ടുള്ള ഹാൻഡ്സിൽ മാത്രമേ ഇവിടെ ഡാറ്റാസ് എത്തിപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ERP സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക്സ് ഓഫ് ERPയിൽ വരുന്ന പോർഷൻസ്.